സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ചിത്രരചനാ വിഭാഗത്തിൽ തുടർച്ചയായി 4ാം തവണയും എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരു മിടുക്കിയാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കൊല്ലം വിമലഹൃദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അനന്യ എസ് സുഭാഷ്. അനന്യ, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഒരു മത്സരം? നല്ല മത്സരമായിരുന്നു. ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് സബ്ജക്ട്സ് ഒക്കെ ആയിരുന്നു. പാടുണ്ടായിരുന്നു, പ്രാക്ടീസ് കുറവായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പാടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മത്സരിച്ചു, അതുകൊണ്ടല്ലേ എ ഗ്രേഡ് കിട്ടിയത്? നല്ല രീതിയിൽ വരച്ചെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റി സമയത്തിനുള്ളിൽ. സന്തോഷമുണ്ട്. എന്താണ് ഈ ചിത്രത്തോട് ഇത്ര താല്പര്യം? പണ്ട് മുതലേക്ക് തന്നെയായിരുന്നോ? കൊച്ചിലേ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. 3ാം ക്ലാസ് തൊട്ടാണ് പക്ഷേ ഇത് ഈ മേഖലയിലോട്ട് കയറി തുടങ്ങിയത്. പിന്നെ കാണുന്നതെല്ലാം വരച്ച് ലൈവ് സ്കെച്ചും എല്ലാം ചെയ്യുമായിരുന്നു. വരയ്ക്കുന്നതാണ് ബോറടിക്കുമ്പോഴും ക്ലാസ് ഇരിക്കുമ്പോഴും ഒക്കെ വരയ്ക്കാനാണ് ഇഷ്ടം. ചിത്രരചനയിൽ ഏത് വിഭാഗങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരിച്ചത്? പെൻസിൽ, വാട്ടർ കളർ, ഓയിൽ പെയിൻറ്റിങ്, 3ലാണ് മത്സരിച്ചത്. വാട്ടർ കളറാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനിഷ്ടം. ഈ 3ലും കഴിഞ്ഞ 4 തവണയായിട്ട് എ ഗ്രേഡ് ആയിരുന്നോ? 4 തവണയായിട്ട് പെൻസിൽ, വാട്ടർ കളർ, ഓയിൽ 3നും എ ഗ്രേഡ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ. പാഠപുസ്തകത്തിൽ ഒക്കെ വരച്ചിട്ടുണ്ടോ? ഏത് പാഠപുസ്തകത്തിലാണ് വരച്ചേ? 1, 3, 4 ക്ലാസ്സിലായിരുന്നു വരച്ചത്. 1ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും മലയാളം ടെക്സ്റ്റിലും 3ാം ക്ലാസ്സിൽ EVSലും വരച്ചത്. എന്തായിരുന്നു കണ്ടന്റ്? അതിൽ ശുചിത്വം, പരിസ്ഥിതി, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സിന് ഉണ്ടായിരുന്നു. ഓരോ ചാപ്റ്റർ വൈസ് ഒക്കെ ആയിരുന്നു. അതേപോലെ ഇക്കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷാ സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ലെറ്റർ അയച്ചത് അനന്യല്ലേ? എന്തായിരുന്നു അതിൽ കണ്ടന്റ്? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇക്കഴിഞ്ഞ ക്രിസ്മസ് മാത്സ് എക്സാം ഞങ്ങൾക്ക് നല്ല പാടായിരുന്നു. ഈ നിലവാരം കൂട്ടുന്നെന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ ലെവൽ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ഞങ്ങൾ ഒരുമാതിരി മാനസികമായി തളർത്തുന്ന രീതിയിലായിരുന്നു ക്രിസ്മസ് എക്സാം. അപ്പം അതിനൊരു മാറ്റം ഈസി ആക്കണമെന്ന് പറയുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേണമെന്നില്ല, പക്ഷേ ജയിക്കാൻ വേണ്ടി തക്ക ക്വസ്റ്റ്യൻസും അതുപോലെ ഞങ്ങൾക്ക് പഠിക്കുന്നവർക്ക് അതിൻ്റെ മികവ് തെളിയിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു. അതിനെ പറ്റിയായിരുന്നു ഞാൻ മന്ത്രിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. അന്നേരം മന്ത്രിയെ കണ്ടോ? കലോത്സവത്തിലെല്ലാം മന്ത്രി ഉണ്ടായിരുന്നു, നേരിട്ട് പറഞ്ഞുകൂടെ? എന്നെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. കാണണമെന്നുണ്ടായിരുന്നു. കണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ. റിപ്ലൈ വന്നിരുന്നോ മന്ത്രിയുടെ? അവരിങ്ങനെ നോക്കിയിട്ടുണ്ട്, ഇത് അവർ ലെറ്റർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് റിപ്ലൈ വന്നായിരുന്നു. പരിഗണിക്കുമായിരിക്കും. ചിത്രത്തോട് മാത്രമാണോ താല്പര്യം? ഡാൻസും ഇതൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ ചിത്രരചനയാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പം +1 അടുത്ത തവണ കൂടിയേ മത്സരിക്കാൻ കഴിയുള്ളൂ അല്ലേ? അടുത്ത തവണ എന്തായാലും എത്തും. അടുത്ത തവണ ലാസ്റ്റ് മത്സരമല്ലേ, അതുകൊണ്ട് വരും. എന്തായാലും അടുത്ത തവണയും എ ഗ്രേഡ് കരസ്ഥമാക്കുമെന്ന് തന്നെയാണ് അനന്യ പറയുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.